ഹായ് ഫ്രണ്ട്സ്, ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും യമ്മിയുമായ റെഡ് ജിലേബി ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കുമെന്ന റെസിപ്പിയുമായാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടൂ. ഒരു ഗ്ലാസ് ഉഴുന്ന് നന്നായി കഴുകി 3 മണിക്കൂർ കുതിർത്ത് വാരിയതാണിത്. ഈ ഉഴുന്ന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി അടിച്ചെടുക്കണം കേട്ടോ. ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കുക. അധികം വെള്ളം പാടില്ല. അടിച്ചെടുത്ത മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതേ പരുവത്തിൽ അടിച്ചെടുക്കണം. അടിച്ചെടുത്ത മാവ് ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ജിലേബി കളറ് ഒരു 2 സ്പൂൺ വെള്ളത്തിൽ കലക്കി മാവിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ ഓറഞ്ച് റെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത മാവ് ഇതേ രീതിയിലായിരിക്കണം. ഇത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക്, ഞാൻ സാധാരണ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിരിക്കുന്നതിന്, ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക്, കുഴിഞ്ഞൊരു പാത്രത്തിലേക്കോ ഗ്ലാസ്സിലേക്കോ ഇറക്കി വെച്ചിട്ട് ഈ മാവ് നമ്മളിലേക്ക് ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് ഫില്ല് ചെയ്യണം. ഇതുപോലത്തെ കവർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അത് വേണമെന്നില്ല, നമുക്ക് സാധാരണ പ്ലാസ്റ്റിക് കവർ മതി. അതിന് മുന്നേ നമുക്ക് തവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി നൂൽപ്പരുവം വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ 3 നൂൽപ്പരുവാണ് മിക്ക പഞ്ചസാര പാവ് കാച്ചുന്നതിൽ ഇടുന്നത്. ഇത് അത്രയും വേണ്ട. ഇതേപോലെ 1 നൂൽപ്പരുവം മതി. ഇതാണ് കറക്റ്റ് പാകം. ഇതിലേക്ക് 2-3 ഏലക്ക ചതച്ചിടാം. നമുക്ക് ഒരല്പം കളർ കൂടി മിക്സ് ചെയ്യാം. ജിലേബി കളർ അല്പം, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി. നന്നായി ഇളക്കി അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പാവ് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെറുനാരങ്ങ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നത്. ഇത് നമുക്ക് അടുത്ത സ്റ്റൗവിലേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ജിലേബി ചുറ്റാൻ മാത്രം നമുക്ക് ഒരു തവ അടുപ്പത്ത് വയ്ക്കാം. ഇത് ഒത്തിരി കുഴിയുള്ള തവ വേണമെന്നില്ല. നമ്മൾ ദോശ ഉണ്ടാക്കണ പാൻ മതി. കാരണം അല്പം ഓയിൽ, അത് ജിലേബി മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രമുള്ള ഓയിൽ നമുക്ക് ആവശ്യമുള്ളൂ. ഓയിൽ കൂടുതലായാൽ ജിലേബി നമ്മൾ ചുറ്റുമ്പോൾ ജിലേബി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ മാവ് ഞാനൊരു കവറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് എടുത്ത് നന്നായി അതിൻ്റെ മുകൾ വശം പിരിച്ചെടുക്കണം, ടൈറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതേ പരുവത്തിൽ പിടിച്ച് അതിൻ്റെ ഈ പോയിൻ്റ് ഒരല്പം കട്ട് ചെയ്ത് കൊടുക്കുക. അല്പം കട്ട് ചെയ്ത് കൊടുക്കുക. നന്നായി പിരിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കണേ. എന്നിട്ട് നമുക്ക് ചൂടായ ഓയിലിലേക്ക്, ഒത്തിരി ചൂട് വേണ്ട, ചൂടായ ഓയിലിലേക്ക് പതുക്കെ ചുറ്റി കൊടുക്കാം. ആദ്യം 2 ലെയർ ചുറ്റിയിട്ട് വേണം ഇങ്ങനെ കെട്ടി ചുറ്റാനായിട്ട്. അതല്ലെങ്കിൽ കെട്ട് അകന്നകന്ന് പോവും.
2 ലെയർ ആദ്യം ചുറ്റണം. അതിനുശേഷം കെട്ടിടണം. ഇത് മൊരിഞ്ഞതിന് ശേഷം മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു മൊരിയാതെ നമ്മളിത് പഞ്ചസാര പാനിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഉഴുന്നിൻ്റെ സ്മെല്ല് വരും. ജിലേബിക്ക് ഒരു ഉഴുന്നിൻ്റെ സ്മെല്ല് വരും. അതുകൊണ്ട് ഒരു ക്രിസ്പി ആവണ സമയത്ത് ഇതെടുത്ത് പഞ്ചസാര പാനിയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാനിയിൽ ജിലേബി മുങ്ങി കിടക്കണം. അടുത്ത് നമുക്ക് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ എല്ലാം ചുറ്റിയെടുക്കാം. പഞ്ചസാര പാനിയിട്ടാണ് ജിലേബി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി പാനി പിടിച്ചതിന് ശേഷം എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പഞ്ചസാര പാനി തണുത്തു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് ലോ ഫ്ലെയിമിലൊന്നിട്ട് വയ്ക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ജിലേബി എല്ലാം തയ്യാറാക്കിയെടുക്കാം. എത്ര ഭംഗിയായിരിക്കണം നോക്കിയേ. ആഹാ, നല്ല യമ്മി ടേസ്റ്റി. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.